Hello students, Module 3 സെക്ഷൻ 4.4 അഡീഷണൽ ഓപ്പറേഷണൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് ഓഫ് ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്, ട്രാൻസ്ഫോം ഓഫ് ഇൻ്റഗ്രൽസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ താഴെ നമുക്ക് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് കൺവല്യൂഷൻ എന്നുള്ളൊരു ടോപ്പിക്കാണ്. കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നല്ല, നമ്മുടെ ജനറലൈസ്ഡ് പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവല്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഫങ്ഷൻസിൻ്റെ ജനറലൈസ്ഡ് പ്രോഡക്റ്റ് ആണെന്നുള്ളത്. അതായത് നോർമലി നമ്മൾ രണ്ട് ഫങ്ഷൻസ് എഫും ജിയും എന്നുള്ള രണ്ട് ഫങ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെയാണ് നോട്ട് ചെയ്യുന്നത്? ഇൻറ്റു എന്ന് കൊടുക്കും അല്ലേ, ക്രോസ് മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഡോട്ട് എടുക്കും അല്ല. ഇതൊക്കെ നമ്മൾ പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ പ്രോഡക്റ്റ് അല്ല, ജനറലൈസ്ഡ് പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇവരെ സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാറാണ്. രണ്ട് ഫങ്ഷൻസ് എഫും ജിയും എടുത്തു കഴിഞ്ഞാൽ അവരുടെ ജനറലൈസ്ഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ കൺവല്യൂഷൻ എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ജി ആയിട്ടാണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എഫ് സ്റ്റാർ ജീൻ്റെ ഒരു ഡെഫിനിഷൻ ഫോർമുല ഉണ്ട്, അതെന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരിക്കലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എഫ് സ്റ്റാർ ജി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ എന്നുള്ള പുതിയ ഒരു ലെറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള ഗ്രീക്ക് ലെറ്റർ TAU. ഓക്കെ, അപ്പം കൺവല്യൂഷൻ്റെ ഡെഫിനിഷൻ ഫോർമുല എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t എഫ് ടോ ജി ടി മൈനസ് ടോ ഡി ടോ ആണ്. ഈ ഒരു ഫോർമുല നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ കൺവല്യൂഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസാണ്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രൂഫും വരുന്നുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് എക്സസൈസ് ആയിട്ട് വിട്ടിട്ടുള്ളതാണ്. ഇൻ കേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അതിൻ്റെ പ്രൂഫ് എങ്ങനെയാണെന്നുള്ളതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞുതരാം ഏതൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ മെയിനായിട്ട് വരുന്ന 4 പ്രോപ്പർട്ടീസ് ഇതാണ്. ഇത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എഫ് സ്റ്റാർ ജി ചെയ്താലും ജി സ്റ്റാർ എഫ് ചെയ്താലും നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. ആൻഡ് അസോസിയേറ്റീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് 3 ഫങ്ഷൻസ് എഫും ജിയും എച്ചും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് സ്റ്റാർ ഓഫ് ജി സ്റ്റാർ എച്ച് എന്ന് പറയുന്നത് എഫ് സ്റ്റാർ ജി സ്റ്റാർ എച്ചിന് ഈക്വലാണ്. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഹോൾഡ് ചെയ്യുന്നുണ്ട്. എഫ് സ്റ്റാർ ജി പ്ലസ് എച്ച് എന്ന് പറയുന്നത് നമുക്ക് എഫ് സ്റ്റാർ ജി പ്ലസ് എഫ് സ്റ്റാർ എച്ച് ആക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഡെൽറ്റ എന്നൊരു ഐഡൻറ്റിറ്റി എലമെൻറ്റ്, കാരണം എഫ് സ്റ്റാർ ഡെൽറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്ന മെയിൻ പ്രോപ്പർട്ടീസ്. ഇതിൽ തന്നെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമ്മളിത് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പോവാണ് എങ്ങനെയാണ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു ജി സ്റ്റാർ എഫ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ പ്രൂഫിലേക്ക് കിടക്കുക. നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് അറിയാവുന്ന ഡെഫിനേഷൻ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. കൺവല്യൂഷൻ്റെ ഡെഫിനേഷൻ നമുക്കറിയാലോ. എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ ആണെന്നുള്ളത്. ഇനി നമ്മളിവിടെ ഇൻ്റഗ്രേഷൻ്റെ വേരിയബിളിനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് ടി മൈനസ് ടോ എന്നുള്ളതിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്തിട്ട് ടോ ക്യാപ്പ് എന്ന് വിളിക്കുക. അപ്പം പുട്ട് ടോ ക്യാപ്പ് ഈക്വൽ ടു എന്ത്? ടി മൈനസ് ടോ. ഓക്കെ, അങ്ങനെ വരുമ്പം ഡി ടോ ക്യാപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡി ടോ ആയിരിക്കും അല്ലേ, കാരണം ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ടോ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഡി ടോ ക്യാപ്പ് എന്ന് പറയുന്നത് ഡി ടോ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ വേരിയബിൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തും ചേഞ്ച് ചെയ്യണം. ഇൻ്റഗ്രേഷൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇൻ്റർവെൽസിനും ചേഞ്ച് വരും അല്ലേ. അപ്പോൾ ആ ഇൻ്റർവെൽസിന് ചേഞ്ച് എന്താണെന്നുള്ളത് നോക്കാം. വെൻ ടോ ഈക്വൽ ടു 0 ടോ ക്യാപ്പ് എന്തായിരിക്കും? ടോ ക്യാപ്പ് നമ്മൾ ഈ ഒരു ഇതിൽ ടോക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ടോ ക്യാപ്പ് ടി ആയിരിക്കും. ഓക്കെ, ആൻഡ് വെൻ ടോ ഈക്വൽ ടു ടി ആവുമ്പം എന്താണ് വരുന്നത്? ടോ ഈക്വൽ ടു ടി ആവുമ്പം ടോ ക്യാപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ, കാരണം ടി മൈനസ് ടി എന്നുള്ളത് 0 ആയിട്ട് പോകും. അപ്പോൾ ഇൻ്റഗ്രേഷന് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഇനി എന്ത് ചെയ്യാം? ഈ ചേഞ്ച് ചെയ്തത് വെച്ചിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ടി ടു 0 എഫ് ഓഫ് ടോയാണ്. ടോ ക്യാപ്പിനെ നമ്മൾ എന്താ വിളിച്ചത്? ടി മൈനസ്
ടോ എന്നാണ്. അവിടുന്ന് ടോ എന്ന് പറയുന്നത് ടോ ക്യാപ്പ് പ്ലസ് ടി ആയിരിക്കും. ഓക്കെ, സോറി, ടി മൈനസ് ടോ ക്യാപ്പ് ആയിരിക്കും ടോ എന്ന് പറയുന്നത്. അപ്പോൾ ടി മൈനസ് ടോ ക്യാപ്പ് ഇൻറ്റു ജി ഓഫ് ടോ ക്യാപ്പ് ഡി ടോ എന്ന് എഴുതാം അല്ലേ. അവിടെ ഒരു മിസ്റ്റേക്കും കൂടി നമ്മൾ വരുത്തിയിട്ടുണ്ട്. അതായത് ഡി ടോ ക്യാപ്പ് എടുത്തപ്പം ഡി ടോ അല്ല കിട്ടുക, കാരണം ഇവിടെ നെഗറ്റീവ് ആണുള്ളത്. അപ്പം മൈനസ് ഡി ടോ എന്ന് കിട്ടും. അത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ടാവും എക്സ്ട്രാ. അപ്പോൾ നമ്മൾ ഈ മൈനസ് പോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഈ ഇൻ്റഗ്രലിൻ്റെ ഇൻ്റർവെൽ ജസ്റ്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് 0 to t എന്ന് എഴുതാം. ജീനെ ഫസ്റ്റ് കൊണ്ടുവരാം. അപ്പം ടോ ക്യാപ്പ് എഫ് ഓഫ് ടി മൈനസ് ടോ ക്യാപ്പ് ഡി ടോ ക്യാപ്പ് എന്ന് എഴുതാം. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ ഡെഫിനേഷനിലേക്ക് എത്തിക്കഴിഞ്ഞു? നമ്മൾ കൺവല്യൂഷൻ്റെ ഡെഫിനേഷനിലേക്ക് എത്തിയില്ലേ. ഇവിടെ ജസ്റ്റ് ജിയും എഫും അങ്ങോട്ട് കൂടി മാറിയെന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം എന്നല്ലേ. അതായത് ജി ടോ ക്യാപ്പ് എടുത്തപ്പോൾ അവിടെ ഡി ടോ ക്യാപ്പ് തന്നെ വന്നു, എഫ് ഓഫ് ടി മൈനസ് ടോ ക്യാപ്പ് തന്നെ വന്നു. അപ്പോൾ ഇത് എന്തിൻ്റെ എക്സ്പാൻഡഡ് ഫോമാണ്? ജി സ്റ്റാർ എഫ് ഓഫ് ടീൻ്റെ എക്സ്പാൻഡഡ് ഫോമാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നമ്മൾ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ് നടത്തിയപ്പം നമുക്ക് എവിടെ എത്താൻ പറ്റി? ജി സ്റ്റാർ എഫ് ഓഫ് ടിയിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും? നമ്മുടെ കൺവല്യൂഷൻ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് അതിൻ്റെ ലാപ്ലാസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. ഇവാലുവേറ്റ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫങ്ഷൻസൊക്കെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസൊക്കെ നോട്ട് ചെയ്ത് തന്നെ നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ടി ആണ്, ജി ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ് അല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ആ ഫോർമുല ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ജി ഓഫ് ടി മൈനസ് ടോ ഡി ടോ. ഓക്കെ, ഇനി നമുക്കിവിടെ എഫ് ഓഫ് ടിക്ക് പകരം വേണ്ടത് എഫ് ഓഫ് ടോയാണ്. അപ്പോൾ ടി ഉള്ളിടത്ത് ടോ വെച്ചിട്ട് റീപ്ലേസ് ചെയ്താൽ മതി. അതേപോലെ ജി ഓഫ് ടിക്ക് പകരം നമുക്ക് വേണ്ടത് ജി ഓഫ് ടി മൈനസ് ടോയാണ് അല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? ഇവിടെ തന്നെ മാറ്റി എഴുതാം. എഫ് ഓഫ് ടോ എന്ന് പറയുന്നത് ഇ റേസ് ടു ടോയാണ്. അതുപോലെ ജി ഓഫ് ടി മൈനസ് ടോ ആണ് നമുക്ക് വേണ്ടത്. അതെന്ന് പറയുന്നത് സൈൻ ഓഫ് ടി മൈനസ് ടോ ആണ്. അതും നോട്ട് ചെയ്തു. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 0 to t എഫ് ഓഫ് ടോ ഇവിടെ കൊടുക്കുക കേട്ടോ, ഡയറക്റ്റ് ഇ റേസ് ടു ടോ സൈൻ ടി മൈനസ് ടോ ഡി ടോ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം, കാരണം രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈലൈറ്റ് റൂൾ ഓർമ്മിക്കണം. ഹൈലൈറ്റ് റൂളിൽ ഏതാണ് ഫസ്റ്റ് ഫങ്ഷൻ ആക്കി എടുക്കുക? ട്രിഗ്നോമെട്രി ആണ് അല്ലേ. ടി ആണ് ഫസ്റ്റ് വരുന്നത്, ഈ പിന്നെ വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഫങ്ഷനും ഇത് സെക്കൻഡ് ഫങ്ഷനും ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിന് എങ്ങനെ എഴുതാൻ പറ്റും? ഫസ്റ്റ് ഫങ്ഷൻ ഇൻറ്റു സൈൻ ടി മൈനസ് ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ്. ഇ റേസ് ടു ടോൻ്റെ ഇൻ്റഗ്രൽ ഇ റേസ് ടു ടോ തന്നെ നമുക്ക് കിട്ടുന്നത് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. സൈൻ ടി മൈനസ് ടോൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ടി മൈനസ് ടോ ആണ്. ഇവിടെ നെഗറ്റീവ് ടോ വരുന്നതുകൊണ്ട് ഒരു മൈനസ് എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് മൈനസും മൈനസും കൂടി പ്ലസ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് കോസ് ടി മൈനസ് ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് അഗെയിൻ ഇ റേസ് ടു ടോ തന്നെയാണ് കിട്ടുന്നത്, ഡി ടോ എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എന്താണ്? ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യണം. രണ്ട് ഫങ്ഷൻസ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫസ്റ്റ് ഫങ്ഷനാക്കി കോസിനെയും സെക്കൻഡ് ഫങ്ഷനാക്കിയിട്ട് ഇ റേസ് ടു ടോനെയും എടുക്കുക. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സൈൻ ആദ്യത്തെ ടേം അതേപോലെ അവിടെ റീപ്ലേസ് ചെയ്യുക, ടി മൈനസ് ടോ ഇൻറ്റു ഇ റേസ് ടു ടോ. അവിടെ അപ്പർ ലിമിറ്റ് 0 to t എന്നുള്ളത് കൊടുക്കുക, അപ്പർ ടു ലോവർ ലിമിറ്റ്, പ്ലസ് എന്താണ്? ഇവിടെ നമ്മൾ ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പം കോസ് ടി മൈനസ് ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണ്,
മൈനസ് സൈൻ ടി മൈനസ് ടോ എന്ന് വരും. എഗെയിൻ ഈ മൈനസ് ടോൻ്റെ ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് മൈനസ് സൈൻ്റെ നെഗറ്റീവും ഈ മൈനസ് ടോൻ്റെ നെഗറ്റീവും കൂടി ക്യാൻസലായി പോകും. അപ്പോൾ ഈ പുറത്ത് ഇവിടെ മൈനസ് തന്നെ കിടക്കും. ഇൻറ്റു അപ്പോൾ നമുക്ക് ഇത് സൈൻ ടി മൈനസ് ടോ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഇ റേസ് ടു ടോ ഡി ടോ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടേം എന്നല്ലേ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലും കിടക്കുന്നത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ റൈറ്റ് സൈഡിലുള്ള ഈ സെയിം സാധനം പിടിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ നെഗറ്റീവാണ്, നെഗറ്റീവിനെ പിടിച്ചിട്ട് കൊണ്ടുവരുമ്പം അത് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു ടോ ഇൻറ്റു സൈൻ ടി മൈനസ് ടോ ഡി ടോ ഇസ് ഈക്വൽ ടു, ഇനി ബാക്കിയുള്ള ടേംസിന് നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുക. പ്ലസ് കോസ് ടി മൈനസ് ടോ ഇ റേസ് ടു ടോ 0 ടു ടി. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ടേമിൽ ടി അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സൈൻ 0 0 ആയിട്ട് പോവും. പ്ലസ് കോസ് 0 1 ഉണ്ടാവും. 1 ഇൻറ്റു ഇ റേസ് ടു ടി ടോ എന്ന് വരും. ഇ റേസ് ടു ടി എന്ന് വരും അല്ലേ. ടോക്ക് നമ്മൾ ടി കൊടുത്താൽ ഇ റേസ് ടു ടി, ടോ ആണ് ഇ റേസ് ടു ടി. പിന്നെ ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് ഓഫ് സൈൻ ടി മൈനസ് 0 സൈൻ ടി ഇൻറ്റു ഇ റേസ് ടു 0 1. അപ്പോൾ സൈൻ ടി പ്ലസ് കോസ് ടി എന്ന് കിട്ടും അല്ലേ. ഇ റേസ് ടു 0 വീണ്ടും 1 ആയിട്ട് പോകും. അപ്പോൾ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി നമുക്ക് ഇ റേസ് ടു ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കിട്ടേണ്ടത് ഈ ഒരു ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ആ 2നെ പിടിച്ചിട്ട് വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുന്നതിൽ ഇൻ്റഗ്രൽ 0 ടു ടി ഇ റേസ് ടു ടോ സൈൻ ടി മൈനസ് ടോ ഡി ടോ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി ആയിട്ട് നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെൻറ്റിൻ്റെ ആവശ്യം മാത്രമേ നമുക്കിവിടെ വേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഇൻ്റഗ്രേഷൻ ബൈ പാർട്സിൽ ഡയറക്റ്റ് നമ്മൾ ചെയ്തു വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺവല്യൂഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് കാണിക്കാനുള്ള ഒരു എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇനി നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കാണാനാണ്. അതായത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ എക്സാമ്പിളിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇവാലുവേറ്റ് എൽ ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി. ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. പക്ഷേ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിന് ലാപ്ലാസ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടീൻ്റെ വാല്യൂ കണ്ടിട്ടുണ്ട്. അതെന്താ കിട്ടിയിട്ടുള്ളത്? 1/2 ഇൻറ്റു മൈനസ് 1/2 ഉണ്ട് ഇ റേസ് ടു ടി മൈനസ് സൈൻ ടി മൈനസ് കോസ് ടി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് ലാപ്ലാസ് കൊടുത്താൽ നമുക്ക് ലാപ്ലാസ് ഓഫ് ഇത് കിട്ടും. അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു ടി സ്റ്റാർ സൈൻ ടി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ത്രൂ ഔട്ട് ദിസ് ഇക്വേഷൻ ലാപ്ലാസ് എടുക്കുക. അപ്പോൾ ഇവിടെ 1/2 കോമൺ ആണ്. ആ കോമൺ ആയിട്ടുള്ളത് പുറത്തുനിന്ന് കിടന്നോട്ടെ. എൽ ഓഫ് ഇ റേസ് ടു ടി മൈനസ് എൽ ഓഫ് സൈൻ ടി മൈനസ് എൽ ഓഫ് കോസ് ടി എന്ന് എഴുതാം. ഇനി ഇവിടെയുള്ള എല്ലാ ഫങ്ഷൻസിൻ്റെയും നമ്മൾ ജനറൽ ഫോമിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ട് കൊടുക്കാനുള്ളൂ. 1/2 എന്ന് കോമൺ അവിടെ എടുക്കട്ടെ. ഇ റേസ് ടു ടീൻ്റെത് എന്തായിരിക്കും? 1/s - 1 മൈനസ് സൈൻ ടീൻ്റെത് 1/s² + 1. ഓക്കെ, അപ്പോൾ അതവിടെ കൊടുത്തു. പിന്നെ കോസിൻ്റെത് s/s² + 1. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 1/2 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളത് ജസ്റ്റ് ക്രോസ് ചെയ്ത് അത് സോൾവ് ചെയ്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് പിന്നെ 1/2നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ നമുക്ക് 1/s - 1 ഇൻറ്റു s² + 1 എന്നുള്ളത് കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് കൺവല്യൂഷൻ തിയറാണ്. തിയറം സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. പ്രൂഫ് നമ്മളെ സിലബസിലില്ല. അപ്പം ജസ്റ്റ് നമുക്ക് തിയറം എന്താണെന്നുള്ളത് നോക്കാം.
അപ്പോൾ കൺവല്യൂഷൻ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ലെറ്റ് എഫ് ഓഫ് ടി ആൻഡ് ജി ഓഫ് ടി ആർ ദ പീസ് വൈസ് കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓർഡർ, then L of f star g is equal to L of f of t into L of g of t, which is equal to capital F of s into capital G of s. അതായത് നമ്മൾ രണ്ട് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് ടിയും ജി ഓഫ് ടിയും കൺസിഡർ ചെയ്ത് അവരുടെ കൺവല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു കൺവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജനറലൈസ്ഡ് പ്രോഡക്റ്റ് ആണല്ലേ. അപ്പോൾ ആ ജനറലൈസ്ഡ് പ്രോഡക്റ്റിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആണെന്നാണ് കൺവല്യൂഷൻ തിയറം പറയുന്നത്, ആ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോഡക്റ്റിന് ഈക്വൽ ആണ്. അതാണ് എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടിക്ക് ഈക്വൽ ആണ് എന്ത്, എൽ ഓഫ് എഫ് സ്റ്റാർ ഓഫ് ജി എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോർമൽ പ്രോഡക്റ്റിൻ്റെ കേസ് ആണെങ്കിൽ ഈ ഒരു റൂൾ അപ്ലിക്കബിൾ അല്ല. കാരണം രണ്ട് ഫംഗ്ഷൻസ് എഫ് ഓഫ് ടി ജി ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എന്നുള്ളത് ഒരിക്കലും എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടിക്ക് ഈക്വലാണ് നമ്മൾ ഇതുവരെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് കൺവല്യൂഷൻ്റെ കേസ് വരുമ്പം കൺവല്യൂഷൻ തിയറം പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് ഫംഗ്ഷൻസ് പീസ് വൈസ് കണ്ടിന്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കൺവല്യൂഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ലാപ്ലാസ് ഓഫ് ഓരോ ഫംഗ്ഷൻ്റെയും ലാപ്ലാസ് കണ്ടിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുന്നതിന് ഈക്വൽ ആണെന്നുള്ളതാണ് കൺവല്യൂഷൻ തിയറം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ സിലബസിൽ ഒമിറ്റഡ് ആണ്, അപ്പോൾ അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് ഇനി പിന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സിൻ്റെ കേസാണ്. ഈ ഒരു ഇതിൽ തന്നെ ഇൻവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇൻവേഴ്സ് ഫോം ഓഫ് കൺവല്യൂഷൻ തിയറം. അപ്പോൾ അതെന്താണെന്നുള്ളത് നോക്കാം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇൻവേഴ്സ് ഫോം എന്താണെന്നുള്ളത് നോക്കാം. ഡയറക്റ്റ് ജസ്റ്റ് ഇൻവേഴ്സ് ചെയ്താൽ മതി. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എഫ് സ്റ്റാർ ജിക്ക് ഈക്വൽ ആയിരിക്കും. ഇതാണ് കൺവല്യൂഷൻ തിയറത്തിൻ്റെ ഇൻവേഴ്സ് ഫോം നമുക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് തരാം. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാം കേട്ടോ. താങ്ക് യു.